TV പ്രസാദ് കൂടി ചേരുന്നു. പ്രസാദ്, ഇക്കാര്യത്തിൽ തീർച്ചയായും നമ്മൾ നിയമ നടപടികളിലേക്ക് പോയിട്ടുണ്ട്. റിപ്പോർട്ടർ TVയുടെ മാനേജിംഗ് എഡിറ്റർ തന്നെ പോലീസിൽ DGPക്ക് തന്നെ പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇക്കാര്യങ്ങളിൽ പോലീസ് ഏതെങ്കിലും തരത്തിൽ അന്വേഷണം നടത്തുന്നുണ്ടോ? പോലീസ് അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. അത് അടുത്ത നടപടികളിലേക്ക് നാളെ കടക്കും എന്നും മനസ്സിലാകുന്നു. എന്തായാലും DGP പരാതി കൊടുത്തത് അത് പോലീസ് ഗൌരവമായി തന്നെയാണ് എടുത്തത്. ഇതൊരു സാധാരണ സൈബർ ആക്രമണമായി കാണാനും കഴിയില്ല വിനീത. കാരണം അതിലുപയോഗിച്ചിരിക്കുന്ന വാക്കുകൾ എന്നുള്ളത് സാധാരണ സൈബർ ആക്രമണത്തിൽ ഇല്ലാത്തതുമാണ്. സാധാരണ സൈബർ ആക്രമണങ്ങളിൽ തെറിവിളിയും അതുപോലെയുള്ള പദപ്രയോഗങ്ങളാണ് ഉണ്ടാവുകയെങ്കിൽ ഇത് വളരെ തീവ്രമായ രീതിയിൽ അത് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടായിരിക്കാം അങ്ങനെ ഒരു അഭിപ്രായം റഹീം തന്നെ പറഞ്ഞിട്ടുണ്ടാവുക. പക്ഷേ നമ്മളിപ്പോൾ സംസാരിക്കുന്ന ജ്യോതികുമാർ ചാമക്കാല അടക്കമുള്ളവർ ഈ സൈബർ ആക്രമണങ്ങളെ തള്ളിപ്പറയാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട പ്രശ്നം. എങ്ങനെ റിപ്പോർട്ട് ചെയ്യണം എന്നുള്ളത് ഓരോ രാഷ്ട്രീയ പാർട്ടികൾ പറയുന്നതിനനുസരിച്ച് ഒരു കാരണവശാലും ഒരു മാധ്യമ സ്ഥാപനത്തിനും ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ്. അതല്ലെങ്കിൽ ഏതെങ്കിലും തിരക്കഥയ്ക്കനുസരിച്ചിട്ടല്ല റിപ്പോർട്ടുകളൊന്നും ഉണ്ടാവുകയും ചെയ്യുന്നത്. അതാത് സാഹചര്യത്തിലെ അതാത് വാർത്തകളും അതിന്റെ ശരികൾ നോക്കിയാണ് നമ്മൾ ഓരോ കാര്യങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത്. അതല്ലാതെ ഏതെങ്കിലും ഭാഗത്ത് അടർത്തിയെടുത്ത് അത് അങ്ങനെ പറഞ്ഞു, നമ്മളെ ദ്രോഹിച്ചു എന്നൊക്കെ പറഞ്ഞാൽ അത് മറുപടി പോലും അർഹിക്കുന്നില്ല എന്നുള്ളതാണ്. ഓരോ ഒരു സമയത്തത് ഒരു വാർത്തയിൽ അത് കോൺഗ്രസിനെതിരാണെങ്കിൽ ഒരു വാർത്തയിൽ അത് CPM-നെതിരായിരിക്കും, മറ്റൊരു വാർത്തയിൽ അത് BJP-ക്കെതിരായിരിക്കും, അതല്ലെങ്കിൽ ലീഗിനെതിരായിരിക്കും. ഈ ആളുകളെയെല്ലാം സന്തോഷിപ്പിച്ചുകൊണ്ടുള്ള മാധ്യമ പ്രവർത്തനം ഇന്നത്തെ കാലത്ത് നടത്തുക എന്നുള്ളത് അത് ഏറെ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. ഇതുമായി ബന്ധപ്പെട്ട് അതായത് ഇവരിപ്പോൾ പ്രധാനമായും പറയുന്നത് SDPIയുടെ പിന്തുണ വാങ്ങിയതുമായി ബന്ധപ്പെട്ട് റോഷിപ്പാൽ നടത്തിയ റിപ്പോർട്ടിങ്ങിനെ കുറിച്ചാണ് ഇവർ വിമർശിക്കുന്നത്. ഇവർ പിന്തുണ വാങ്ങിയിട്ടുണ്ട് എന്ന കാര്യം പകൽ പോലെ വ്യക്തമാണ്. നേരത്തെ CPM-ഉം വാങ്ങിയിട്ടുണ്ട്. ആ കാര്യം പരസ്യമായി പറയുമ്പോൾ എന്തിനാണ് ഇത്ര വേവിലാതി എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യവും ഉള്ളത്. ഇന്നേ വരെ ഈ പോസ്റ്റ് വന്നിട്ട് ഏതാണ്ട് 24 മണിക്കൂർ പിന്നിടുകയാണ്. ഒരു ദിവസം പിന്നിടുന്ന സമയത്തും കോൺഗ്രസിന്റെ ഒരു സമുന്നതനായ നേതാവ് പോലും ആ പോസ്റ്റിനെ പരസ്യമായി തള്ളിപ്പറഞ്ഞുകൊണ്ട് ഒരു മറു പോസ്റ്റ് ഇടാൻ വേണ്ടി തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഇതിന്റെ ഗുരുതരമായ ഒരു പ്രശ്നം. ഇന്ന് കോൺഗ്രസ് ആണ് ഇത് ചെയ്തതെങ്കിൽ നാളെ ഒരുപക്ഷെ മറ്റ് പാർട്ടികളും ഇത് തന്നെയായിരിക്കും ചെയ്യുക. പക്ഷെ അപ്പോഴും ഈ മാധ്യമ പ്രവർത്തനം എന്നുള്ളതും റിപ്പോർട്ട് എന്നുള്ളതും അത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടി നടത്താൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ്. അത് കോൺഗ്രസിന് വേണ്ടി നടത്താൻ കഴിയില്ല, CPM-ന് വേണ്ടി നടത്താൻ കഴിയില്ല, BJP-ക്ക് വേണ്ടിയും നടത്താൻ കഴിയില്ല. ഒരുപാട് സൈബർ ആക്രമണങ്ങൾ നമ്മളെല്ലാം ഏറ്റുവാങ്ങിയാലും നമുക്ക് എന്താണോ ശരിയെന്ന് തോന്നുന്നത് ആ ശരിയുടെ കൂടെ മാത്രമേ നമുക്ക് റിപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയൂ. പക്ഷെ ശക്തമായ നിയമ നടപടിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് നമ്മുടെ സ്ഥാപനം തീരുമാനിച്ചിരിക്കുന്നത്. അതിന്റെ ഭാഗമായി തന്നെയാണ് നേരത്തെ DGPക്ക് പരാതി കൊടുത്തതും. അതിന്റെ നടപടികളിലേക്ക് പോലീസ് ഉടൻ തന്നെ കടക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് വിനീത. ശരി.